എല്ലാവർക്കും എംഎസ് ആൻഡ് ആയുഷ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഐ എം സന്തോഷ്. ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ സ്നേക്ക് ആൻഡ് മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിലൂടെ. അതിനുമുമ്പായി നിങ്ങളോട് ചോദ്യം ചോദിക്കാം. നിങ്ങളൊക്കെ കണ്ണാടിയിൽ നോക്കാറുണ്ടോ? കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മുടേതായ ഇമേജ് റിഫ്ലക്ട് ചെയ്യുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിൽ നോക്കിയ ഒരു പാമ്പിന്റെ അവസ്ഥ എന്തായിരിക്കും? സോ വളരെ രസകരമായ ഒരു ഹ്യൂമർ സ്റ്റോറി നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. ദ സ്നേക്ക് ആൻഡ് മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യമായി നമുക്ക് ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. വൈക്കം മുഹമ്മദ് ബഷീർ, ഹു ഈസ് നോൺ ആസ് ദ ബേപ്പൂർ സുൽത്താൻ. അതായത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം തലയോലപ്പറമ്പിൽ ജനിച്ചു. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വളരെയേറെ ഫേമസ് ആയ പാത്തുമ്മയുടെ ആട്, എന്റുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, അനഘനിമിഷം, മതിലുകൾ, അങ്ങനെയുള്ള പല പല ഫേമസ് ആയ വർക്കുകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഈ ഭാർഗവി നിലയവും അതോടൊപ്പം തന്നെ മതിലുകളും സിനിമയാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ പാഠത്തിലേക്ക് പോകാം. ദ സ്നേക്ക് ആൻഡ് ദി മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. സോ ഈ പാഠം ആരംഭിക്കുന്നത് ഇറ്റ് ഈസ് എ സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി. ഒരു കഥയ്ക്കകത്തുള്ളിൽ വേറൊരു കഥയുണ്ട്. ദാറ്റ് ഈസ് മീൻസ് ദ സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം, ദാറ്റ് മീൻസ് ദ പ്രൊട്ടോഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി ഓർ ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി ഈസ് എ ഹോമിയോപാത്ത് ഓർ ഹോമിയോപ്പതി ഡോക്ടർ. സോ ഹി ഈസ് എ ബാച്ചുലർ ആൻഡ് ഹിസ് ഏർണിങ്സ് വെയർ മീഗർ. മീഗർ എന്ന് പറഞ്ഞാൽ വളരെയേറെ ദൗർലഭ്യമായ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ സമ്പാദ്യമുള്ള ഒരാളായിരുന്നു. അൻ ആവറേജ് ഓർ ബിലോ ആവറേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന അർത്ഥം വേണം പറയാൻ പറ്റും. സോ മീഗർ. സോ ദ പ്രൊട്ടോഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി ഈസ് ദ ഹോമിയോപാത്ത്. He is the central character or the protagonist and he is a bachelor and his earnings were meager. So അത് നമ്മൾ ഓർത്തിരിക്കുക. പക്ഷെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, ഈ കഥ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് പറയുന്നത്. ദ പ്രൊട്ടോഗോണിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഥാകാരൻ എന്ന് പറയുന്ന ആള് ഒരു കൂട്ടം സുഹൃത്തുക്കളോട് മുമ്പിൽ ഇരിക്കുമ്പോൾ while he discussing various matters suddenly they talked about snakes. പെട്ടെന്ന് ഒരു പാമ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പാമ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ദ പ്രൊട്ടോഗോണിസ്റ്റ് ചോദിക്കുകയാണ്, Has a snake coiled around any parts of your body എന്ന് വെച്ചേക്കുന്നത്. ഏതെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചുറ്റിയിട്ടുണ്ടോ? That is the one of the astonishing question or shocking question by his friends. All of them said no. അല്ലെങ്കിൽ എല്ലാവരും മിണ്ടാതിരുന്നു. ആ സമയത്ത് the doctor continued his tale. അങ്ങനെയാണ് ഫസ്റ്റ് പറയുന്നത്. The doctor continued his tale. Tale means story. അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു. That was one day, the hot summer days. വളരെ ചൂടുള്ള ദിവസമായിരുന്നു. About 10 o'clock, he went outside and took food. Then he reached his house. The description of the house also described in the first paragraph. That was a small rented house. It is not at all electrified. That indicates that how poor he was. എത്ര പാവപ്പെട്ട ആളായിരുന്നു ഡോക്ടർ എന്നതാണ് അതിനെ കാണിക്കുന്നത്. And when he opened his door, അദ്ദേഹം ഡോർ തുറന്നപ്പോൾ he heard, അദ്ദേഹം കേട്ടു. എന്താണ് കേട്ടതെന്ന് ചോദിച്ചാൽ എ ഫെമിലിയർ സൗണ്ട് ഫ്രം ഹിസ് ടോപ്പ് ഓഫ് ദി റൂം ഓർ ടോപ്പ് ഓഫ് ദി ഹൗസ്. ദാറ്റ് എന്താണ് ആ റൂമിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എ ഫെമിലിയർ സൗണ്ട്. അദ്ദേഹത്തിന് പരിചയമായ സൗണ്ട് ആയിരുന്നു. ദ സൗണ്ട് ഓഫ് ദി റാറ്റ്സ്. അദ്ദേഹം he shares the room with rats. അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ അങ്ങനെ ചുറ്റുപാട് ഒബ്സർവ് ചെയ്യുന്ന കഥാകാരനായിരുന്നു. ചുറ്റുപാട് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ നമുക്കറിയാം. ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കഥകളിലൊക്കെ തന്നെ മനുഷ്യരെ പോലെ തന്നെ ജീവജാലങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കഥാപാത്രമായിരുന്നത് കൊണ്ട് അദ്ദേഹം ഈ കഥയിലും അങ്ങനെ വളരെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫ്രണ്ടിനെ പോലെയാണ് അദ്ദേഹം റാറ്റിനെ കാണുന്നത്. അങ്ങനെ he opened the door and അതിനുശേഷം അദ്ദേഹം എന്തെടുത്തു? he tried to sleep. ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. But you know that is not at all electrified room. There is no more facilities there. So he tried to sleep but unable to sleep because of that severe hot. ഭയങ്കരമായ ചൂട് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. He went outside. അദ്ദേഹം പുറത്തേക്ക് പോയി. But there is no presence of wind god എന്ന് പറഞ്ഞേക്കുന്നത്. ദൈവത്തിന്റെ കാറ്റിന്റെ ദേവന് യാതൊരു പ്ലസ് അല്ലെങ്കിൽ അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു പ്ലഷറും കിട്ടിയില്ല, സന്തോഷവും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചില്ല. സിമ്പിളായി പറഞ്ഞു, അലങ്കാരികമായി പറഞ്ഞിരിക്കുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കാറ്റൊന്നും കിട്ടാതിരുന്നപ്പോഴേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും റൂമിനകത്ത് വന്നിട്ട് he sat near the table. ഒരു ടേബിളിന് അടുത്തായിട്ടിരുന്നു. Then he under the table he took a book. അതൊരു ഡോക്ടർമാരെ സംബന്ധിച്ചൊരു ബുക്കായിരുന്നു. മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ഒരു ബുക്കായിരുന്നു. ഹി ടുക്ക് ദ ബുക്ക് ദ മെറ്റീരിയ മെഡിക്ക.
Then after that he took the book and there was a kerosene lamp in front of him. Kerosene lamp, manna vilakku. There was a kerosene lamp in front of him. Kerosene lamp inde aduthatti book vechu. Suddenly in front of him there was a big mirror or large mirror. Adathe mumbile veliyoru mirror undayirunnu. നമുക്കറിയാം, ഞാനത് ആദ്യം ചോദിച്ചത് കണ്ണാടി നമ്മൾ കാണുമ്പോൾ കണ്ണാടി നമ്മൾ നോക്കും. വൺ ഹു ലുക്സ് ദ മിറർ ടെം ടു ലുക്ക് ഇറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ കണ്ണാടി അടുത്തിരിക്കുകയാണെങ്കിൽ വി ടെം ടു ലുക്ക് ഇറ്റ്, അല്ലെ, ലുക്ക് ദാറ്റ് മിറർ. നമ്മൾ ആ കണ്ണാടിയിലേക്ക് നോക്കാൻ നമ്മൾ എന്ത് കൊടുക്കും, ശ്രമിക്കും. സോ എസ്പെഷ്യലി ദർ ഈസ് എന്താണ് കോംബ് നിയർ ബൈ, അടുത്തായിട്ടൊരു ചീപ്പ് ഉണ്ടായിരുന്നു. സോ ഹി ടുക്ക് ദാറ്റ് കോംബ് ആൻഡ് റൺ ത്രൂ ഹെയർ എന്ന് വെച്ചാൽ അദ്ദേഹം എന്തെടുത്തു, ആ ചീപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലമുടിയിലൂടെ ഇങ്ങനെ ഓടിച്ചു. ഓടുവന്നല്ല, ഇങ്ങനെ തല ചീകി. സോ then what he took some important decision that in this chapter describing about some earth shaking decision. ഭൂമി കുലുങ്ങുന്ന തീരുമാനങ്ങൾ എടുത്തു എന്നതല്ല അതിന്റെ അർത്ഥം. highly important decision. He took some important decision. അദ്ദേഹം പ്രധാനപ്പെട്ട കുറെ തീരുമാനങ്ങൾ എടുത്തു. So what are that important decisions? That is also one of the important aspects of the story and also one of the key points of the story also. അപ്പം അദ്ദേഹം എടുത്തു വളരെ തന്ത്രപ്രധാനമായ കുറെ തീരുമാനങ്ങൾ എടുത്തു. What was the division? What were the decisions? എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങൾ? ഒന്നാമത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ ടു ഷേവ് ഡെയിലി, എല്ലാ ദിവസവും ഷേവ് ചെയ്യുക. അതോടൊപ്പം തന്നെ പിന്നെ അടുത്തതായിട്ട് അദ്ദേഹം തീരുമാനിച്ചത് എന്താണ്? ടു ഗ്രോ എ തിൻ മൊസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ പൊടിമീശ. തിൻ മൊസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ പൊടിമീശ, മൊസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ മീശ. അപ്പം അതേമാതിരി ഒന്നാമത്തെ തീരുമാനം എന്തായിരുന്നു? He took one important decision that was to shave daily, എല്ലാ ദിവസവും ഷേവ് ചെയ്യുക. രണ്ടാമത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടു ഗ്രോ എ തിൻ മൊസ്റ്റാഷ് ഓൺ ഹിസ് ഫേസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചെറിയ പൊടിമീശ വളർത്തുക. Then he took another important decision that is also we consider orthodox decision. So what is that? To keep an attractive smile on his face. ഒരു ചെറു പുഞ്ചിരി അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ, അല്ലെങ്കിൽ മുഖത്ത് എപ്പോഴും ഒരു നല്ല പുഞ്ചിരി വരുത്തുക. Why? Because he was a bachelor. അദ്ദേഹം എന്തായിരുന്നു? ഒരു ബാച്ചിലർ ആയതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തത്. Because he was a bachelor and also admirer of a great beauty. ഒരു സൗന്ദര്യ ആരാധകനാണ്. കല്യാണം കഴിക്കാതെ ഡോക്ടർ ആകുമ്പോൾ സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, അല്ലേ? അതുകൊണ്ട് അതെടുത്തു. സൗന്ദര്യത്തിന്റെ ആരാധകനായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തീരുമാനിച്ച എല്ലാ ദിവസവും ഷേവ് ചെയ്യണം, ഒരു പൊടിമീശയൊക്കെ വളർത്തണം, എന്നിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ എപ്പോഴും ചിരിയൊക്കെ വരുത്തുവാണെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ ശ്രദ്ധിക്കും. ബിക്കോസ് ഹി വാസ് എ ഡോക്ടർ. കാരണം എന്താണ്? അദ്ദേഹം ഒരു സൗന്ദര്യത്തിന്റെ ആരാധകനുമാണ്, ഡോക്ടർ കൂടിയാണല്ലോ, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും അദ്ദേഹം then also he heard some sounds from the above, but he is not at all worried about that. അപ്പോഴും അദ്ദേഹം സൗണ്ട് കേട്ടിരുന്നു. കാരണം അദ്ദേഹത്തെ അറിയാം, മുകളിൽ എലിയുടെ താമസ സ്ഥലമാണ് അവിടെ, അല്ലേ? അദ്ദേഹത്തിന്റെ റൂം എന്ന് പറയുന്നത് ഒരു പിന്നെ ടൈലായിട്ടുള്ള റൂം. ടൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടൈലല്ല, ഓടിട്ട റൂമായിരുന്നു, അല്ലെങ്കിൽ ആ ഓടിട്ട മേൽക്കൂരിയായിരുന്നു. അതിലൂടെ എലികൾ സാധാരണ ബീമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടായിരുന്നു. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ worried about that. Then he took a third decision. So that is the key points. First two things are already mentioned here, and the third decision. What was his third decision? That is quite interesting and also humorous. നിങ്ങൾക്കറിയാം, വളരെയേറെ ഹ്യൂമറസ് ആയിട്ട് ഹാസ്യാത്മകമായ രീതിയിൽ അദ്ദേഹം എടുത്ത മൂന്നാമത്തെ തീരുമാനം ഏതായിരുന്നു? ഹി ഡിസൈഡ് ടു മാരി. ആ അർദ്ധരാത്രിയിൽ 10 മണി 11 മണി ആ സമയത്ത് അദ്ദേഹം തീരുമാനിക്കണം എനിക്ക് വിവാഹം കഴിക്കണം. സോ that was not that is quite, നമുക്കറിയാം, അത് നോർമലാണ്, that's quite. പക്ഷേ ഈ സമയത്ത് ഒരു തീരുമാനം, he should or he decided to marry a woman doctor. ഫസ്റ്റ് വൺ, ഒരു വനിതാ ഡോക്ടറെ കല്യാണം കഴിക്കണം. who had plenty of money and good medical practice. എങ്ങനെയുള്ള ഡോക്ടർ ആയിരിക്കണം? ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ഉള്ള സ്ത്രീ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഡോക്ടർമാരെ കാണാൻ ഇങ്ങനെ പേഷ്യന്റ് ഇങ്ങനെ വരിയായി നിൽക്കുമ്പോൾ എന്തെടുക്കും? പൈസ കിട്ടും, അല്ലേ? അവർ ഓരോ പ്രാവശ്യം കൺസൾട്ട് ചെയ്യുമ്പോൾ പൈസ കിട്ടും. കൺസൾട്ടേഷൻ ഫീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസൾട്ടേഷൻ ഫീസ് കിട്ടും. അങ്ങനെ മാത്രമല്ല ഒരു വലിയ റിച്ച് ആയിരിക്കണം, മനസ്സിലായോ? ഓൾറെഡി നല്ല റിച്ച് ആയുള്ള കുടുംബത്തിലുള്ള ആളായിരിക്കണം. പിന്നെ ഒരു ഫേമസ് ഡോക്ടർ ആണെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അനേക ആൾക്ക് അതിലൂടെയും പൈസ കിട്ടും. ആൻഡ് ഷീ ഷുഡ് ബി എ ഫാറ്റ്. ദാറ്റ് ഇസ് തേർഡ് തിങ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സാധാരണ ആൾക്കാരൊക്കെ ഒരു തടിച്ചിയായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കണം എന്ന് പറയാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഹോമിയോപാത്ത് ഡോക്ടർ തീരുമാനിച്ചത് ഒരു തടിച്ചിയായ സ്ത്രീ, ഒരു ഫാറ്റ് ആയിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നാണ്. ദാറ്റ് ഫോർ എ വാലിഡ് റീസൺ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇഫ് ഹി കമ്മിറ്റ് സം മിസ്റ്റേക്സ് he need to run away, escape from her. അതായത് ചിലപ്പോൾ ഭാര്യയും ഭർത്താവൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും, അല്ലേ? അങ്ങനെ വഴക്കുണ്ടാകുന്ന സമയങ്ങളിൽ പലപ്പോഴും ഭാര്യ ഭർത്താവിനെ ഓടിക്കും. അങ്ങനെ തടിച്ചിയായിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ അദ്ദേഹം വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട്
ഓടി രക്ഷപ്പെടാം. അങ്ങനെ സ്ത്രീക്ക് വണ്ണമുള്ളത് കൊണ്ട് എന്ത് കൊടുക്കത്തില്ല, അദ്ദേഹത്തിന് പുറകെ ഓടാൻ കഴിയത്തില്ല. അങ്ങനെ ഓടാൻ കഴിയാത്തത് കൊണ്ട് ഒരു തടിച്ച സ്ത്രീയെ കല്യാണം കഴിക്കണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. Once again remind that he took 3 decisions. First decision is to keep an attractive smile on his face and also grow thin mustache, and then he need to marry a woman doctor who had plenty of money and medical practice. She should be fat for a valid reason, because if he committed any mistakes, he needed to run away from her. That is the reason. This is the most important elements and most important aspects of this story also. അപ്പോൾ നമ്മൾ അത് മനസ്സിലായി വിശ്വസിക്കുന്നു. പിന്നീട് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്ത സമയത്തായിരുന്നു suddenly he heard a sound, something fell down the ground. എന്തോ മുകളിൽ നിന്ന് താപ്പോട്ട് വീണു. That's like a rubber tube how to fall. ഒരു റബ്ബർ ട്യൂബ് മുകളിൽ താഴോട്ട് വീഴുമ്പോൾ it's like a thud sound. ഒരു റബ്ബർ ട്യൂബ് താപ്പോട്ട് വീഴുമ്പോൾ കിട്ടുന്ന പോലെ ഒരു സൗണ്ട് അദ്ദേഹം കേട്ടു. Then he looked back. അദ്ദേഹം തിരിഞ്ഞു നോക്കി. And simultaneously, അതിൽ പദം പറഞ്ഞു, ആ പദം simultaneously, രണ്ടും ഒരേ സമയം. He turned back and the snake coiled, അല്ലെങ്കിൽ the snake landed on his shoulder through his lap. അദ്ദേഹത്തിന്റെ മടിയിലൂടെ പാമ്പ് ഇങ്ങനെ കയറി അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡില് ഇങ്ങനെ കോയിൽ ചെയ്തു. കോയിൽ മീൻസ് ചുറ്റി ഇരുന്നു. അതായത് സൈമൾട്ടേനിയസ്, രണ്ടും ഒരേ സമയം. അദ്ദേഹം no sooner did he turn എന്ന് വേണം പറയാം. No sooner did he turned than the snake coiled around his left arm. അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയതുമല്ല, അതേ സമയത്ത് തന്നെ പാമ്പ് എന്തെടുത്തു, ഇടത്തെ കൈയിലേക്ക് വന്ന് ചുറ്റി. സോ ഹി നമ്മൾ എന്തെടുക്കും, പാമ്പ് ചുറ്റി നമ്മൾ അയ്യോ അമ്മച്ചി എന്നൊക്കെ വിളിച്ചു പറയാറുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ഈ ഡോക്ടർ അദ്ദേഹത്തെ 1 മിനിറ്റ് ശ്വാസം കിട്ടില്ല. അദ്ദേഹം എന്തെടുത്തു, he look like a stone, ഒരു കല്ല് പോലെയായി. But his mind is very attractive. Sorry, active, not attractive. His mind is very active. അദ്ദേഹത്തിന്റെ മനസ്സ് വളരെയേറെ ആക്റ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് അപ്പോഴ് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലായി God doesn't like something he said. അദ്ദേഹം പറഞ്ഞ എന്തോ ഒന്ന് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. God is there. ദൈവം അവിടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ദൈവം തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ. നമ്മളൊക്കെ അങ്ങനെ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്, പണ്ട് തന്നെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് അല്ലേ, പാലം കടക്കോളം നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് പാലം കടന്ന ശേഷം നമ്മൾ കൂരായണ എന്ന് വിളിക്കാറുള്ളത് പോലെ. പക്ഷെ ഡോക്ടർ ആ സമയത്ത് ദൈവത്തെ കുറിച്ച് ഓർത്തു. അദ്ദേഹം പറയുന്നുണ്ട് he wrote something on his mind that with the golden letters എന്നാണ് പറയാം നമുക്ക്. സുവർണ്ണ ലിപികളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്തോ എഴുതി വെച്ചു. ഓ മൈ ഗോഡ്, അയ്യോ ദൈവമേ എന്ന്. അപ്പം ബട്ട് വൺ മോർ തിങ് യു ഹാവ് ടു റിസം. അദ്ദേഹം എന്തെടുത്തില്ല, he hold his breath. ശ്വാസമൊക്കെ അടുക്ക് പിടിച്ചു. എന്നിട്ട് ശ്വാസമൊക്കെ അടുക്കി ഇങ്ങനെ പിടിച്ച ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, അനങ്ങിയില്ല. he knows that death lurked 3 inches away from his face. അദ്ദേഹത്തിന്റെ പാമ്പിങ്ങനെ ചുറ്റിയിട്ട് അതിന്റെ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഹുഡ് എന്ന് പറയും പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും അടുത്താണ്. മുഖം ഇവിടെയാണെങ്കിൽ ഇത്രയും അകലെ, കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും അകലെയാണ് പാമ്പുള്ളത്. പാമ്പ് അതാ പറഞ്ഞ ലർക്കഡ്, ഒളിച്ചിരിക്കുകയാണ്. ഡെത്ത് ലർക്കഡ് 3 inches away from him. അദ്ദേഹം ജസ്റ്റ് എ ഫാസ്റ്റ് മൂവ്മെന്റ്, ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറുതായിട്ട് തെറ്റായ രീതിയിൽ മൂവ് ചെയ്താൽ പാമ്പ് എന്ത് കൊടുക്കും, അദ്ദേഹത്തെ കൊത്തും. അതുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ഞാൻ പറഞ്ഞു വെരി ആക്റ്റീവ് ആയിരുന്നുവെന്ന്. Then he suddenly thought about if snake bite him. അദ്ദേഹം വിചാരിച്ചു, if a snake bite him, പാമ്പ് അദ്ദേഹത്തെ കടിച്ചാൽ what medicine he had to take, ഏത് മരുന്ന് കഴിക്കണം. That he is a foolish stupid doctor, he himself thought. അദ്ദേഹം തന്നെ ചിന്തിച്ചു, താൻ എത്ര മണ്ടനായ ഡോക്ടറാണ്. നമ്മൾ പറയാം ഡോക്ടറാണ്, പക്ഷെ എന്താണ്, യാതൊരു മരുന്നും ആ റൂമിലില്ല. There is not at all, there is no medicine in that room. Even though he is a good doctor, but there is no medicine available in that room. If snake bite him, he can't escape from that. Why? There is no medicine in the room. അദ്ദേഹത്തിന് ആ റൂമിൽ ഒരു മെഡിസിനും ഇല്ല, അത് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ദൈവത്തെ പ്രാർത്ഥിച്ചതും. Maybe God heard that. ദൈവം ആ പ്രാർത്ഥന കേട്ടു. Suddenly the snake looked in the mirror. പെട്ടെന്ന് കണ്ണാടിയിലേക്ക് പാമ്പ് നോക്കി. That heard the snake. He saw its own image, its own reflection in that mirror. പെട്ടെന്ന് പാമ്പ് കണ്ണാടി നോക്കിയപ്പോൾ അതിൻ്റെതായ ഒരു ഇമേജ്, അതിൻ്റെതായ പ്രതിരൂപം അതിൻ്റെ അകത്ത് കണ്ടു. അപ്പം അത് വിചാരിച്ചു വേറെ പാമ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെടുത്തു, സഡൻലി ദ സ്നേക്ക് ലാൻഡഡ് ഓൺ ഹിസ് lap and through that it ran to the that desk where the mirror kept. എവിടെയാണോ ആ മിറർ വെച്ചിരുന്നത് അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് അവിടുത്തെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ സന്തോഷമായി. പക്ഷേ ഡോക്ടർ അപ്പോൾ പറയുന്ന ചിന്തയുണ്ട്,
Maybe the snake enjoying its reflection and also taking some decisions like the doctor who had taken already. അതായത് ഡോക്ടർ കുറെ തീരുമാനം എടുത്തില്ലേ, ആ ഡോക്ടർ എടുത്ത പോലെ കണ്ണാടിയെ നോക്കിയിട്ട് പാമ്പും എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുകയായിരിക്കുമെന്ന് അദ്ദേഹം ആക്ഷേപ രൂപത്തിൽ സറ്റേറിക്കലായിട്ട് പറയുകയാണ്. സറ്റേർ, ആക്ഷേപഹാസ്യം, അദ്ദേഹം ഇങ്ങനെ സറ്റേറിലായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, മേ ബി ഐ ഡോണ്ട് നോ വാട്ട് സെക്സ് ദാറ്റ് സ്നേക്ക് ഈസ്. ഇത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. ഐ നെവർ നോ, എനിക്കതറിയാനും കഴിയില്ല. അത് ആൺ പെൺ പാമ്പാണോ ഇനി പെണ്ണായിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല, അതെനിക്കറിയാനുള്ള കഴിവുമില്ല എന്ന് പറഞ്ഞിട്ട് സഡൻലി ഹി ലെഫ്റ്റ് എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ഓഫ് ലീപ്, കുതിച്ചു ചാടി. എന്തെടുത്തു? ഹി ലെഫ്റ്റ് ടു ദ വരാന്ത ആൻഡ് ഡയറക്ട്ലി റാൻ ടു ഹിസ് ഫ്രണ്ട്സ് ഹൗസ്. അദ്ദേഹം നേരിട്ട് എന്തെടുത്തു? അവിടുന്ന് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് അവൻ ഓടിപ്പോയി. അപ്പം ഇത്രയും കഥ പറഞ്ഞപ്പോഴേ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഓഫ് ദം ലിറ്റ് ബീഡീസ് എന്ന് പറഞ്ഞത്. എല്ലാവരും ഈ നമ്മള് ഭയങ്കര സാഹസികമായ രംഗങ്ങളൊക്കെ കേട്ടതുപോലെ എല്ലാവരും ഓരോ ബീഡി ഇങ്ങനെ കത്തിച്ചു. ആ ടെൻഷൻ കാരണം എല്ലാവരും ബീഡി ഇങ്ങനെ എന്തെടുത്തു? കത്തിച്ചു. അപ്പോഴേ ആളുകളൊക്കെ നമ്മളെ പോലെയല്ലേ, പല കാര്യങ്ങൾക്ക് ആകാംക്ഷ. അതിലൊരാൾ ചോദിച്ചു, ഡോക്ടറെ, താങ്കൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചത് നിങ്ങളുടെ സ്ത്രീ ഒരു ഫാറ്റ് ലേഡി ആണോ? കണ്ടോ, അത് ആൾക്കാരുടെ പല ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലേ. അപ്പം ഡോക്ടർ പറഞ്ഞു, ഗോഡ് വിൽ അതർവൈസ്. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം അതുപോലെ ആയിരുന്നില്ല. ഐ മാരീഡ് റേഡി ലേഡി എന്ന് പറഞ്ഞേക്കുന്നത്. റേഡി എന്ന് പറഞ്ഞാൽ ഒരു വളരെയേറെ വണ്ണം കുറഞ്ഞ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ, ഒരു വലിയ ഓട്ടക്കാരിയുടെ വളരെയേറെ എന്താ പറയുന്നത്, വലിയ അനുഗ്രഹം ഒക്കെയുള്ള ഒരു വലിയ ഒരു അത്ലറ്റ്സിനെ പോലെ ഭയങ്കരമായ രീതിയിൽ ഓടുന്ന ഒരു വലിയ ഓട്ടക്കാരിക്ക് തുല്യമായ ഒരു സ്ത്രീയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ദൈവം നമ്മൾ ആഗ്രഹിച്ചത് വേറൊന്ന്, ദൈവം തന്നത് വേറൊന്ന്. അപ്പൊ അതാണ് ആള് ചോദിച്ചത്. അടുത്ത ആള് ചോദിച്ചു, നിങ്ങളെ സ്നേക്ക് ഫോളോ ചെയ്തോ? അപ്പം ഡിഡ് ദ സ്നേക്ക് ഫോളോ യു എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഞാൻ പിന്നീട് ആ സ്നേക്ക് ഐ ഡിഡ് നോട്ട് സീ ദാറ്റ് സ്നേക്ക് അഗെയിൻ ബട്ട് വെൻ ഐ റീച്ച്ഡ് ഹിസ് മൈ ഫ്രണ്ട്സ് ഹൗസ്. അതിലൂടെ അദ്ദേഹം ആ കഥ അദ്ദേഹം പറയുകയാണ്, ഞാൻ അവിടുന്ന് പോയത് നേരിട്ട് എൻ്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കായിരുന്നു. ഐ റീച്ച്ഡ് മൈ ഫ്രണ്ട്സ് ഹൗസ്. ഫ്രണ്ട്സിന്റെ ഹൗസിലേക്ക് ഞാൻ ചെന്നതിന് ശേഷം അവിടെ ഐ സ്മിയേഡ് എന്ന് പറഞ്ഞാൽ പുരട്ടുക. ഐ സ്മിയേഡ് സം ഓയിൽ ഓൾ പാർട്ട് ഓഫ് മൈ ബോഡി. എൻ്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഞാൻ എന്തെടുത്തു? കുറച്ച് ഓയിൽ പുരട്ടി. ദെൻ ടുക്ക് ബാത്ത്, ഞാൻ പെട്ടെന്ന് കുളിച്ചു. ദെൻ ഐ വോർ ധരിച്ചു, പുട്ട് ഓൺ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ വസ്ത്രം ധരിച്ചു. ഐ വോർ മൈ ഫ്രണ്ട് ദ ഡ്രസ്. ദെൻ ഹി സ്ലെപ്റ്റ് ദേർ, അവിടെ കിടന്നുറങ്ങി. ദ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഓർ 8 or 8:30 ദാറ്റ് മീൻസ് അപ്പോൾ അത് 8 മണിക്കോ 8:30 ആയപ്പോഴേക്ക് ഹി ഡിസൈഡഡ് ടു ഷിഫ്റ്റ് ദാറ്റ് റൂം. സോ അത് അവിടുന്ന് റൂം ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹം എന്തോടുത്തു വെച്ചാൽ, സോ ഹി ടുക്ക് 1 or 2 അറ്റൻഡേഴ്സ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു കം ദെയർ ടു എന്താണ് ടു ടേക്ക് ഓൾ ബിലോങ്സ് ഓഫ് ദ റൂം. ആ റൂമിനകത്തുള്ള എല്ലാ സാധനങ്ങളും. അദ്ദേഹത്തിന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വസ്തുക്കളേ ഉള്ളൂ. ആ സ്യൂട്ട് കേസും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പുസ്തകത്തിലെ 2ാമത്തെ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അദ്ദേഹം വന്നു. ദെൻ ഹി look at that room. The room had already cleaned out എന്ന് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം വന്നപ്പോഴേക്കും എന്തെടുത്തു? റൂമിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും ആര് കൊണ്ടുപോയി. ആരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, രാത്രിയിൽ പാമ്പിനെ കണ്ടതെന്ന് പേടിച്ചുകൊണ്ട് റൂം തുറന്നിട്ടിട്ട് അദ്ദേഹം ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് രാത്രിയിൽ കള്ളന്മാർ വന്ന് മൊത്ത സാധനങ്ങളും അദ്ദേഹത്തിന്റെ സൂട്ട് കേസ് ഉണ്ടായിരുന്ന 60 രൂപയും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി. Some thieves came there and took all things from that cleaned out. മൊത്തത്തിൽ എന്തെടുത്തു? ആ റൂം മൊത്തത്തിൽ അദ്ദേഹം ക്ലീൻ ചെയ്തിരുന്നു. പക്ഷേ ഒരു കുഴപ്പം അവിടെ ഉണ്ട്. He did not take everything. എല്ലാം എടുത്തില്ല. One thing remained there. His dirty vest അണ്ടർഗാർമെന്റ് നമുക്ക് വേണേൽ പറയാം. അദ്ദേഹത്തിന്റെ ഉപയോഗിച്ച് ചെളി പിരണ്ട ഒരു ബനിയൻ ഉണ്ടായിരുന്നു, അടിവസ്ത്രം ഉണ്ടായിരുന്നു. ആ ബനിയൻ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ ബനിയൻ മാത്രം അദ്ദേഹം കൊണ്ടുപോയില്ല. അപ്പം അദ്ദേഹം പറയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്, thief, the rascal did not take that by because he insulted the homeopath. ഡോക്ടറിനെ അദ്ദേഹം ഇൻസൾട്ട് ചെയ്തു. കാരണം അദ്ദേഹത്തിന് വളരെ ഹൈജീനിക് ഒരു കള്ളനായിരുന്നു, സാധാരണ കള്ളനല്ല. വളരെ കുറച്ച് വൃത്തിയും വെടുപ്പും ഒക്കെ ഉള്ളൊരു കള്ളനായിരുന്നു. അദ്ദേഹത്തിന് ഈ സാധനം എടുത്തുകൊണ്ട് പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതൊഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് പോയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് പിന്നീട് ആ കഥ അവസാനിക്കുന്നത് അദ്ദേഹം ഫ്രണ്ട്സിനോട് പറയുകയുണ്ട്, പിന്നീട് ഞാൻ ആ സ്നേഹിനെതിരായിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ് ആ കഥ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ യു ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ സമ്മറൈസിംഗ് ദാറ്റ് ഓഫ് ടോപ്പിക്. വി വിൽ ഡിസ്കസ് further appreciation and further exam oriented questions next class, and also we will discuss new words
from the chapter upcoming days. And thanks for listening. Please subscribe and share this to other classes and other students and other groups. Thanks for giving opportunity. Thank you.